എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ആൻസർ ഓപ്ഷൻ ബി, ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള തീരം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള തീരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, മലബാർ തീരം. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ആൻസർ ഓപ്ഷൻ ബി, 20%. അടുത്ത ചോദ്യം, കുന്തിപ്പുഴ ഒഴുകുന്നത് എവിടെ കൂടെയാണ്? താഴെ പറയുന്നതിൽ കുന്തിപ്പുഴ ഒഴുകുന്നത് എവിടെ കൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ, സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെയാണ് കുന്തിപ്പുഴ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ എ, നീലഗിരി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം. ആൻസർ ഓപ്ഷൻ ഡി, മുന്ദ്ര. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം. ആൻസർ ഓപ്ഷൻ സി, പിപാവാവ്. അടുത്ത ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ത്രികോണം. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗോദാവരി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, നുബ്ര. അടുത്ത ചോദ്യം, കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. ആൻസർ ഓപ്ഷൻ ഡി, കൈഗ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഭോപ്പാൽ. അടുത്ത ചോദ്യം, പരുത്തിത്തുണി വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പരുത്തിത്തുണി വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, നോർത്തേൺ സോണൽ കൗൺസിലിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോർത്തേൺ സോണൽ കൗൺസിലിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പൂർവ്വ തീരത്ത് കൊല്ലേരു തടാകം മുതൽ ബംഗാൾ വരെയുള്ള ഭാഗം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പൂർവ്വ തീരത്ത് കൊല്ലേരു തടാകം മുതൽ ബംഗാൾ വരെയുള്ള ഭാഗം അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ഉത്കൽ തീരം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി, കാനഡ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, മനാസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ആൻസർ ഓപ്ഷൻ ബി, കാറക്കോറം. അടുത്ത ചോദ്യം, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്?
അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഗംഗ. അടുത്ത ചോദ്യം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ. ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേരളത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ കർണാടക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ആൻസർ ഓപ്ഷൻ ഡി മുംബൈ ഹൈ. അടുത്ത ചോദ്യം, മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ എ നിത്യഹരിത വനങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചിന്നാർ. അടുത്ത ചോദ്യം, ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു? ആൻസർ ഓപ്ഷൻ സി 6.